എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ട ചക്കക്കുരു ഉണക്കിയിട്ടിരിക്കുന്ന എന്തിനാണെന്നറിയാവോ? ഇതൊക്കെ നമ്മൾ കർക്കിടകം ആകുമ്പോഴത്തേക്കും ഇത് പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങി കഴിച്ച് അതിൻ്റെ കൂടെ കട്ടച്ചായം കുടിച്ചിരുന്നവർ എത്ര പേരുണ്ട്? ഒരു 30 വർഷത്തിന് മുമ്പൊക്കെ ഉള്ളവരൊക്കെ ഇത് പുഴുങ്ങി കഴിച്ചിട്ട് കേട്ടില്ലേ? ഇപ്പം പറയുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന നാണക്കേടാ, പറയത്തില്ലാരും അല്ലേ? നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അതുപോലെ ആഞ്ഞിലിച്ചക്കയുടെ കുരു ഇല്ലേ, ആഞ്ഞിലിച്ചക്കയുടെ കുരു എടുത്തുകൊണ്ട് വന്ന് കഴുകി ഉണക്കി അമ്മമാർ കഴുകി ഉണക്കി വെച്ച് തരും. നമ്മൾ വെറുക്കിക്കൊണ്ട് കൊടുക്കത്തേ ഉള്ളായിരുന്നു. വേണ്ട ആഞ്ഞിലിച്ചക്ക കണ്ട, ഇഷ്ടംപോലെ ആഞ്ഞിലിച്ചക്ക ഉണ്ട്. അതിൻ്റെ കുരു കഴുകി ഇത് അതിൻ്റെ കുരു ഇത് കഴുകി ഉണക്കി വെരച്ച് വെച്ച് ഉണക്കി എടുത്തിട്ട് ചീനച്ചട്ടിയിലിട്ട് വറുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ മുറത്തിലിട്ട് അമ്മമാരൊക്കെ നമുക്ക് തരത്തിലെന്ന കട്ടൻ ചായ വേട്ട് അമ്മമാരും കഴിക്കും, നമ്മളും കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കാർക്കെങ്കിലും കൊടുക്കും. ഇവർക്ക് എന്തുവാന്ന് പോലും അറിയത്തില്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക്. ഒരു 10-30 വർഷത്തിന് മുമ്പുള്ള എല്ലാവരും ഇതൊക്കെ കഴിച്ചവരാ അല്ലേ? ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കത്തില്ലേ? നിങ്ങൾ ഇന്ന് കമൻറ്റ് ഇട്ടേക്കണേ. എന്നെ കമൻറ്റ് ഇട്ട് നാണം കെടുത്തല്ലേ? ഞാൻ പറഞ്ഞ് കളിയാക്കിയതല്ല എല്ലാവരും. നമ്മുടെ പഴയ കുട്ടിക്കാലം ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഇത് കണ്ടോ? അതുപോലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ നിങ്ങളിത് ഈ സാധനം പറിച്ച് കഴിക്കാത്തവരുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ കൊട്ടങ്ങ എന്ന് പറയും ചിലർ. ഇതൊക്കെ നമ്മളിതെല്ലാം പറിച്ച് കഴിച്ചല്ലേ പോയേ. പുളി പിടിക്കും, വാളംപുളി പിടിക്കുമ്പോൾ അതിൻ്റെ പൂവിനകത്തുനിന്ന് കുഞ്ഞു ഇത് വരും. അത് സ്കൂളിൽ പോയി പെറുക്കി തിന്നിട്ടില്ലേ? ഇതൊക്കെ മറന്നുപോയോ നിങ്ങളൊക്കെ? ഞാൻ ഇതൊക്കെ ഓർമ്മപ്പെടുത്തി കേട്ടോ, നിങ്ങളെ കളിയാക്കിയതൊന്നും അല്ല. അതുപോലെ ഈ സാധനം ഓർമ്മയുണ്ടോ? വഴി നിൽക്കുന്ന എന്താ ഞൊട്ടാഞ്ഞൊടിയനെന്ന് പറയും. ഇത് കളഞ്ഞ് ഉണ്ടോ? ഇത് പറിച്ചെടുത്തിട്ട് ഇതിനകത്ത് ഇത് ഇങ്ങനെ തിന്നത്തില്ലായിരുന്നോ? ഇങ്ങനെ പറിച്ച് പഴുത്തത് കണ്ടാ? ഇത് തിന്നിട്ടുണ്ടോ? ഇതൊക്കെ കഴിച്ചിട്ടുള്ളവരായിരിക്കും എല്ലാവരും. ഇപ്പോൾ പറയുന്നു അയ്യോ പറയില്ലേ നാണക്കേടാണെന്ന്. നിങ്ങളുടെ 10-30 വർഷത്തിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നെന്ന്. പഴുത്ത മാങ്ങ, അണ്ണാൻ കടിച്ചതും വവ്വാല് കടിച്ചതും ഒക്കെ പെറുക്കി കഴിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഇപ്പോൾ കഴിച്ചാൽ നമുക്ക് നിപ്പ പിടിക്കും. അതുപോലെ പറങ്ങാണ്ടിപ്പഴം, അത് പറങ്ങാണ്ടി വെറുക്കെ കൊണ്ടുവന്ന് വിറ്റ് കാശ് മേടിച്ച് സ്കൂളിൽ കൊണ്ടുപോയി മാമ്പഴങ്ങ അതായത് പുളിയൊക്കെ മേടിച്ച് തിന്നിട്ടുള്ളില്ലേ? മിഠായി മേടിക്കാനൊക്കെ കാശ് എവിടെ നിന്നായിരുന്നു? പോക്കറ്റ് മണി. ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ല, ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. അതുപോലെ വാളംപുളിയുടെ കുരു വറുത്ത് കുതിർത്ത് ഒക്കെ തിന്നിട്ടുള്ളവരില്ലേ? തിന്നെന്ന് പറയുന്നത് ഇച്ചിരി മോശമായിരിക്കില്ല, കഴിച്ചിട്ടുള്ളവരില്ലേ? പുളുങ്കുരു വറുത്ത് നമ്മളൊക്കെ പുളുങ്കുരു വറുത്ത് പുളി കൂത്തി കഴിയുമ്പോൾ അതിൻ്റെ കുരു വറുത്ത് കഴിച്ചിട്ടുള്ള ആ കുട്ടിക്കാലം നമുക്കൊക്കെ തിരിച്ച് കിട്ടുമോ? ആ കുട്ടിക്കാലം മതിയായിരുന്നു. ഇന്നത്തെ പോലെ ചതിയും വഞ്ചനയും ഒന്നും ഇല്ലാത്ത